സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല ഏതൊരാൾക്കും ഉറപ്പാക്കാം സ്ഥിരമായൊരു പെൻഷൻ വരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അടൽ പെൻഷൻ യോജനയുടെ വരിക്കാർക്ക് 60 വയസ്സിന് ശേഷം എല്ലാ മാസവും 5000 രൂപ വരെ പെൻഷൻ ലഭിക്കും. സർക്കാർ ഗ്യാരണ്ടിയുള്ള ഈ പെൻഷന് പദ്ധതിക്ക് വേറെയും ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ തൊഴിൽ ഏതുമാകട്ടെ, 18നും 40നും ഇടയിലാണ് പ്രായമെങ്കിൽ ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പദ്ധതിയിൽ അംഗമാവാം. NPS പെൻഷനിൽ ചേർന്നിട്ടുള്ളവർക്കും അംഗമാവാം. പക്ഷേ ആരും ആദായ നികുതി അടക്കുന്നവരാവരുത്. പെൻഷൻ ലഭിക്കാനായി 60 വയസ്സ് വരെ നിങ്ങൾ നിശ്ചിത തുക നിക്ഷേപിക്കണം. നിങ്ങൾ അടക്കുന്ന തുകക്കനുസരിച്ചായിരിക്കും പെൻഷൻ ലഭിക്കുക. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടീഡ് പെൻഷനാണ്. എന്നുവെച്ചാൽ 60 വയസ്സിന് ശേഷം ജീവിതകാലം മുഴുവൻ എല്ലാ മാസവും നിങ്ങൾക്ക് ഈ തുക ലഭിക്കും. വിദേശ മലയാളികൾക്കും പദ്ധതിയിൽ അംഗമാവാവുന്നതാണ്. ചെറിയ പ്രായത്തിൽ പദ്ധതിയിൽ ചേർന്നാൽ ചെറിയ തുക മാസം തോറും അടച്ചാൽ മതിയാകും. ഉദാഹരണത്തിന് 25 വയസ്സിൽ പദ്ധതിയിൽ ചേരുന്നയാൾ 5000 രൂപ പെൻഷൻ കിട്ടാനായി മാസം തോറും 301 രൂപ അടച്ചാൽ മതിയാകും. എന്നാൽ 39 വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 5000 രൂപ പെൻഷനായി ലഭിക്കാൻ 1054 രൂപ മാസം അടച്ചിരിക്കണം. പദ്ധതിയിൽ അംഗമാവാൻ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ്. ആദായ നികുതി അടക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാനാകില്ല. നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിർദ്ദേശം നൽകുന്നതിനനുസരിച്ച് മാസം തോറുമോ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ തുക താനെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. നിങ്ങൾ അടക്കുന്ന നിക്ഷേപ തുക കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു. 60 വയസ്സാകുമ്പോഴേക്കും ഇതിന്റെ പലിശയുൾപ്പെടെയുള്ള ഉയർന്ന ഒരു തുകയാകും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുക. പദ്ധതിയിൽ അംഗമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടാൽ നിക്ഷേപ തുക കുറക്കാനായി എല്ലാ വർഷവും അവസരം കിട്ടും. ഇങ്ങനെ മാറ്റിയ തുക ജൂലൈ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇനി തവണകൾ മുടങ്ങിയാലും ഒരിക്കലും അക്കൗണ്ട് ക്ലോസ് ആകില്ല. മുടങ്ങിയ തവണകൾ അടച്ച് കൂടെ ചെറിയ പിഴ അടക്കം അടച്ച് അംഗത്വം സജീവമാക്കാം. ഇനി നിങ്ങളുടെ വരുമാനം കൂടുകയാണെങ്കിൽ നിക്ഷേപം കൂട്ടി ഉയർന്ന പെൻഷൻ ആക്കണമെങ്കിലും ഈ അവസരം പ്രയോജനപ്പെടുത്താം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മരണപ്പെട്ടാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് അതേ നിരക്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കും. വരിക്കാരൻ മരിച്ചാൽ ശേഷം പെൻഷൻ ലഭിച്ചിരുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടാൽ പെൻഷൻ അക്കൗണ്ടിലുള്ള തുക നോമിനിക്ക് കൈമാറും. അവിവാഹിതരായ ആളുകൾക്ക് മറ്റൊരു വ്യക്തിയെ നോമിനിയായി നിശ്ചയിക്കാവുന്നതാണ്. വിവാഹിതരാണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് നോമിനി. APY മൊബൈൽ ആപ്പിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിനെ പറ്റിയുള്ള വിവരങ്ങൾ, നിക്ഷേപത്തുകയും വളർച്ചയുമടക്കം ട്രാക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.